സ്വർഗ കവാടത്തിങ്കൽ വെച്ച് മുഹാജിറുകൾ രോഷത്തോടെ പറയുന്നതെന്താ? ഫയഖൂലൂൻ ബിഅയ്യി ശൈഇൻ നുഹാസബു വഇന്നമാ കാനത് അസ്യാഫുനാ അലാ അവാതിഖിനാ ഫീ സബീലില്ലാഹ് ഹത്താ മിത്നാ. ഏതടിസ്ഥാനത്തിലാ ഞങ്ങൾക്ക് വിചാരണ? എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങളെ വിചാരണ ചെയ്യുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ ചുമലിൽ വാൾ കൊണ്ട് നടന്നവരാണ്. പുന്നാര നബി, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്, അവിടത്തെ ചൂണ്ടുവിരൽ ഏതു ഭാഗത്തേക്കാണോ ചൂണ്ടുന്നത് അങ്ങോട്ട് ഞങ്ങൾ ഓടിയെത്തും. അതിന് ഞങ്ങളൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ഞങ്ങളുടെ ജീവിതം മുഴുവൻ സമരമായിരുന്നു. ഞങ്ങളുടെ ജീവിതം മുഴുവൻ ത്യാഗമായിരുന്നു. ഞങ്ങൾ ദുന്യാവിൽ ഒരിക്കലും മള്ളിപ്പിടിച്ച് നിന്നവരായിരുന്നില്ല. ഹബീബിന്റെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ ചെവിക്കൊണ്ടവരാ. ഞങ്ങൾ അള്ളാഹുവിന്റെ വഴിയിൽ തന്നെയാണ് മരണപ്പെട്ടതും. വിരിപ്പിലാണ് മരിച്ചതെങ്കിലും ഞങ്ങളുടെ നിയ്യത്ത് അള്ളാന്റെ വഴിയിലായിരുന്നു. ഏതടിസ്ഥാനത്തിലാ ഞങ്ങളെ വിചാരണ ചെയ്യുന്നത്? മുത്തുനബി പറയുന്നു, ഫയുഫ്തഹ് ലഹും, മലക്കുകൾ അത്ഭുതത്തോടുകൂടെ പറയും, ഞങ്ങളതറിഞ്ഞില്ല. വാതിൽ തുറന്നു കൊടുക്കും. അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം വാതിൽ തുറന്നു കൊടുക്കുമ്പോ ഫയഖീലൂന ഫീഹി വന്നാസു ഫിൽ ഹിസാബ്. മാലോകരെല്ലാം വിചാരണയുടെ കാഠിന്യത്തിൽ നിൽക്കവേ ഈ വിശ്വാസികൾ അകത്ത് കയറിയിട്ട് യഖീലൂന ഫീഹാ, അവർ അവിടെ യഖീലൂൻ എന്ന് പറഞ്ഞാൽ ഖൈലൂലത്ത് ഉറക്കം എന്നാണ്. ഖൈലൂലത്ത് ഉറക്കം എന്ന് പറഞ്ഞാൽ പകലുറക്കം. പകലുറക്കം സുന്നത്തുള്ളൊരു ഉറക്കമുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ളുഹ്റിന്റെ മുമ്പ് ശകലം ഉറക്കം, അത് ഖൈലൂലത്ത് ഉറക്കം എന്ന് പറയും. ഈ മുഅ്മിനുകൾ മുഹാജിറുകൾ അകത്ത് കയറിയിട്ട് ഖൈലൂലത്ത് ഉറക്കത്തിലാകും. വന്നാസു ഫിൽ ഹിസാബ്, ജനങ്ങൾ അള്ളാന്റെ കോടതിയിൽ കാത്തു നിൽക്കുകയായിരിക്കും. ഇതെന്തിനാ ഹബീബ് പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? അതുപോലത്തെ ത്യാഗം ഖിയാമത്ത് നാൾ വരെ വരുന്ന സത്യവിശ്വാസികൾക്കുണ്ടെങ്കിൽ അവരെ പോലെ തടയലില്ലാതെ, ബ്ലോക്കില്ലാതെ, പാലത്തിന്റെ പ്രയാസമില്ലാതെ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുകയാ. സൂറത്ത് തൗബയിൽ 100-ാമത്തെ ആയത്തിൽ അല്ലാഹ് അതാണല്ലോ പറഞ്ഞത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അളീം. എന്താ പറഞ്ഞത്? നിങ്ങളുടെ മുൻഗാമികൾ മുഹാജിറുകൾ, അൻസാറുകൾ, അവര് മാത്രല്ല, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മയുടെ കാര്യത്തിൽ അവരെ പിന്തുടരുന്ന ആളുകൾ, ത്യാഗത്തിന്റെ വിഷയത്തിൽ അവരെ പിൻപറ്റുന്ന ആളുകൾ, അധ്വാനത്തിന്റെ കാര്യത്തിൽ അവരെ പിൻപറ്റുന്ന ആളുകൾ, നിഷ്ഠയുള്ള ആരാധനയുടെ കാര്യത്തിൽ അവരെ പിൻപറ്റുന്നവർ, സത്യസന്ധതയുടെ കാര്യത്തിൽ അവരെ പിൻപറ്റുന്നവർ, ദാനധർമ്മത്തിന്റെ കാര്യത്തിൽ അവരെ പിൻപറ്റുന്നവർ, തിന്മയെയും അനീതിയെയും വെറുക്കുന്ന വിഷയത്തിൽ അവരെ പിൻപറ്റുന്നവർ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അത് ഖിയാമം വരെ വരുന്നവരിലുണ്ടാകും. റളിയല്ലാഹു അൻഹും വറളൂ അൻ, ഈ വിഭാഗത്തെ അല്ലാഹു പൊരുത്തപ്പെട്ടു, ഈ വിഭാഗം അല്ലാഹുവിനെയും ഇഷ്ടപ്പെട്ടു. وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا. ഇവർക്ക് വേണ്ടിയാണ് സ്വർഗലോകം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അവർക്കൊരു ബ്ലോക്കില്ല. ദാലികൽ ഫൗസുൽ അളീം, ഇത് തന്നെയാണ് മഹത്തായ വിജയം. മഹത്തായ വിജയം. പാലത്തിൽ ബ്ലോക്ക് ഉണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല. അതിനെന്താ? ഇത്തിബാഅ് വേണം. അവര് നടന്ന വഴിക്ക് നടക്കണം. കുറുക്കു വഴിക്ക്
കുറുക്കുവഴിക്ക് സ്വർഗത്തിലെത്താമെന്ന നമ്മുടെ വ്യാമോഹം നടപ്പില്ല. കുറച്ചൊക്കെ കഷ്ടപ്പാട് സഹിക്കണേ. ഈ കഷ്ടപ്പാട് സഹിക്കാനുള്ള മനക്കരുത്താർജിക്കാനാണല്ലോ നോമ്പ് അല്ലേ? പലതും ഇഷ്ടമുള്ളതൊക്കെ നമ്മളങ്ങോട്ട് മാറ്റി വെക്കണം അല്ലേ? ഇതെന്തിനാ? മരണം വരെ ഒരു നോമ്പുണ്ട്. ആ നോമ്പിനുള്ള ട്രെയിനിങ് ആണ് ഈ നോമ്പ്. മരണം വരെ ഒരു നോമ്പുണ്ട്. അത് മരിച്ച അള്ളാന്റെ മുന്നിലെത്തുമ്പോഴേ ആ നോമ്പ് തുറക്കാൻ പറ്റുള്ളൂ. ഈ നോമ്പ് മഗ്രിബ് വാങ്കോടെ തുറക്കാം, ഖുറൂബോടെ അസ്തമാനത്തോടെ തുറക്കാം, മുറിക്കാം. എന്നാൽ മരിച്ച് റബ്ബിന്റെ സവിധത്തിലെത്തുമ്പോൾ മാത്രം മുറിക്കാൻ പറ്റുന്ന ഒരു നോമ്പുണ്ട്. അത് ഓരോ മുഅ്മിനിനും നിർബന്ധമാണ്. ഏത് രോഗിയാണെങ്കിലും ഏത് യാത്രക്കാരനാണെങ്കിലും നിർബന്ധമാണ്. ആ നോമ്പിനുള്ള പരിശീലനാണിത്. സുമ്മനി ദുനിയാ വലറതിഹാ വലാ തുഫ്തിർ ഇദാ സുംത ഇല്ലാ ഹളറതർ റഹ്മാനി ബിൽ വിസാലി സാൽ. ഇഹപരാതന്ത്വത്തിനപ്പുറത്തേകമാം പൊരുളിനായി വ്രതമനുഷ്ഠിച്ചിടുകിൽ കാരുണ്യ സർവനാ മീശന്റെ സന്നിധി ഇങ്കലെ വ്രതയാത്ര നിർത്തിടാവൂ. റബ്ബിന്റെ സവിധത്തിലെത്തുമ്പോഴേ നോമ്പ് മുറിക്കാൻ പാടുള്ളൂ. അതേത് നോമ്പാ? അല്ല ഇഷ്ടപ്പെട്ടത് എടുക്കുക, അല്ല വർജിച്ചത്, അല്ല വെറുക്കുന്നത് അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക, അത് വർജിക്കുക. നോമ്പതാണ്. ത്യാഗത്തിനുള്ള ട്രെയിനിങ് ആണ് നോമ്പ് തരുന്നത്. നമ്മൾ ആ വിഷയത്തെ കുറിച്ച് ബോധവാന്മാരല്ല. ഒരു ചടങ്ങ് അല്ലേ? ആ ചടങ്ങിനപ്പുറം ഇത് ത്യാഗത്തിനുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കുന്നില്ല അല്ലേ? ത്യാഗമില്ലാതെ, ക്ലേശങ്ങൾ സഹിക്കാതെ, ഇഷ്ടപ്പെട്ട ചിലത് വർജിക്കാതെ, ത്യജിക്കാതെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂല. സ്വഹാബത്തിലെ പ്രസിദ്ധനാണല്ലോ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾ പിടികൂടിയല്ലോ. പിടികൂടിയിട്ട് പച്ചക്ക് ചുട്ടുകൊല്ലാൻ തീരുമാനിച്ചല്ലോ. അവർ അഗ്നി കൂട്ടിയല്ലോ. അവർ തീക്കുണ്ടാരമുണ്ടാക്കിയല്ലോ. എന്നിട്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ അതിലേക്ക് അങ്ങ് തള്ളിയിട്ടു. ബോധരഹിതരായപ്പോൾ ആ തെമ്മാടികൾ തിരിച്ചുപോയി. പെട്ടെന്ന് ബോധം തെളിഞ്ഞപ്പോ ഉരുണ്ട് മറിഞ്ഞ് തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. സാരമായി പൊള്ളലേറ്റ പരിക്കുകളോടെ ഏച്ചുവലിച്ച് തിരുസവിധത്തിൽ ചെന്നിട്ട് സങ്കടത്തോടെ ഹബീബിനോട് പറഞ്ഞല്ലോ, റസൂലിനോട് പറഞ്ഞല്ലോ, അലാ തദുല്ലാഹ ലനാ യാ റസൂലല്ലാഹ്, അങ്ങെന്താ ഞങ്ങൾക്കൊന്ന് ദുആ ചെയ്യാത്തത്? എന്തൊക്കെ പ്രയാസാണ് ഇത് കണ്ടില്ലേ? ശരീരം പൊള്ളിയിരിക്കുന്നു. അലാ തദുല്ലാഹ ലനാ യാ റസൂലല്ലാഹ്, ഒന്ന് പ്രാർത്ഥിക്കാത്തത് എന്താ ഹബീബേ? റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങളൊരു തിരക്ക്, നിങ്ങളൊരു ധൃതി, കുറച്ച് ത്യാഗം സഹിച്ച് നിൽക്കാൻ വയ്യല്ലേ? മുൻഗാമികളിലെ ആളുകൾ എന്തൊക്കെ സഹിച്ചവരുണ്ട്, ഏതെല്ലാം യാതനകളും വേദനകളും സഹിച്ചവരുണ്ട്. സമയം വൈകിയില്ല. ആകാശലോകത്ത് നിന്ന് ദൈവീക വെളിപ്പാട് വന്നു. അതേ അല്ലാഹുവിന്റെ വഹ്യ് വന്നു. പരിശുദ്ധ ഖുർആൻ അവതരിച്ചു. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സത്തുഹുമുൽ ബഅസാഉ വല്ലറാ വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. സൂറത്തുൽ ബഖറയുടെ 214-ാമത്തെ ആയത്ത് ആ സാഹചര്യത്തിലാണ് ഇറങ്ങിയത്. വെറുതെ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? പറ്റൂല. കഷ്ടതകളൊന്നും സഹിക്കാതെ, വേദനകളൊന്നും അനുഭവിക്കാതെ. എത്ര വേദന സഹിച്ചവരുണ്ട് ഈ ഇരിക്കുന്നവരിൽ എനിക്കറിയാം. പ്രയാസത്തിന്റെ മുൾക്കിരീടം പേറി ജീവിക്കുന്ന ഒരുപാട് സഹോദരന്മാർ ദുആ ചെയ്യാൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അല്ലാതെ എനിക്ക് പരിചയമുള്ള, ഞാൻ മുഖം കാണുന്നു അവരെ.
സഹോദരാ പേടിക്കണ്ട, സിറാത്തിലൂടെ കടക്കാനുള്ള ട്രെയിനിങ് പടച്ചവൻ ഇവിടെ വെച്ച് തന്നെ തരികയാണ്. അത് മനസ്സിലാക്കിക്കോ. ഇവിടത്തെ ജീവിതം ശാശ്വതമല്ലല്ലോ. ഇവിടെ എന്തുണ്ടായാൽ എന്താ, നൈമിഷികമായ സൗഖ്യല്ലേ ഉള്ളത്. അതുകൊണ്ട് ബേജാറാകണ്ട, ഭയന്ന് വിറക്കണ്ട, പേടിക്കണ്ട. അല്ല പറഞ്ഞു, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, ചുമ്മാ അങ്ങനെ സ്വർഗത്തിൽ കയറി പറ്റാമെന്ന് നിങ്ങൾ ഭാവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തെറ്റി. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് കളയാമെന്ന് നിങ്ങൾ ഭാവിക്കുന്നുവോ, ധരിച്ചിരിക്കുകയാണോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും, മുൻഗാമികൾ അനുഭവിച്ച ത്യാഗങ്ങൾ അനുഭവിക്കാതെ, അല്ലാഹു പറയുക, മുൻഗാമികൾ അനുഭവിച്ച വേദനകൾ നിങ്ങൾ അനുഭവിക്കാതെ, മുൻഗാമികളെ ബാധിച്ച കഷ്ടപ്പാട് നിങ്ങളെ ബാധിക്കാതെ അങ്ങനെ നേരെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ, പീഡനങ്ങൾ, കഷ്ടപ്പാടുകൾ, സഹിക്കാനാകാത്ത വേദനകൾ മുൻഗാമികൾ സഹിച്ചിട്ടുണ്ടായിരുന്നു. അവർ നടന്നു പോയത് സിറാത്തുൽ മുസ്തഖീമിലൂടെയാ. അവർ ദുന്യാവിൽ ചലിച്ചത്, നടന്നത് സിറാത്തുൽ മുസ്തഖീമിലൂടെയാ, നേരായ പാലത്തിലൂടെയാ ദുന്യാവിൽ അവർ നടന്നത്. കഷ്ടപ്പാടുണ്ടായി. അവര് നടന്ന് കഷ്ടപ്പെട്ടതുപോലെ കഷ്ടപ്പെടാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? حتى يقول الرسول والذين آمنوا معه متى نصر الله. മുൻഗാമികൾ അനുഭവിച്ചത് പറഞ്ഞു തരുന്നു അല്ലാഹു. നാം അനുഭവിക്കാൻ നമ്മെ പര്യാപ്തരാക്കാൻ വേണ്ടി അവരിലെ റസൂല് പറഞ്ഞു, റസൂലിന്റെ കൂടെയുണ്ടായിരുന്ന വിശ്വാസികൾ പറഞ്ഞു, പേടിച്ച് വിറച്ചു പറഞ്ഞു, മത്താ നസ്റുല്ലാ, നാം സത്യവിശ്വാസികളായിട്ടും എവിടെ അല്ലാഹുവിന്റെ സഹായം, എവിടെ പടച്ചവന്റെ സഹായമെന്ന് അവർ വിറച്ച് പറയാൻ മാത്രം കാര്യമെത്തി. നബിയേ, അങ്ങ് ഉമ്മത്തിനോട് പറയുക, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അറിയുക അല്ലാഹുവിന്റെ സഹായം വളരെ അടുത്താ. നീ 100 കൊല്ലം ജീവിച്ച് കഷ്ടപ്പെട്ടാലോ അള്ളാന്റെ സഹായം അടുത്ത. എന്താ ഉസ്താദെ ദ്വാരന്നിട്ടൊന്നും അങ്ങോട്ട് യേശുന്നില്ലല്ലോ, വയസ്സ് 10-80 ഇതുവരെ കഷ്ടപ്പാടുന്ന് കര കയറിയിട്ടില്ലല്ലോ. സഹോദരാ, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാന്റെ സഹായം വളരെ അടുത്ത. എപ്പോഴാണത്? മരിച്ചാൽ അപ്പടുത്തു. മരണം ഇവിടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്ത. 100 വയസ്സ് വരെ ജീവിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ അടുത്ത. ദുന്യാവിലെ മുന്നിലുള്ള ഭാവി വളരെ നൈമിഷികമാണ്. അതുകൊണ്ട് തന്നെ ആഖിറം വളരെ അടുത്ത. ദുന്യാവിൽ സഹായം കിട്ടിയില്ലെങ്കിൽ തന്നെ മുഫസ്സിറുകൾ പറയുന്നു, ദുന്യാവിൽ തന്നെ സഹായം കിട്ടി. സഹാബത്തിന് അത്ഭുതങ്ങൾ കാണിച്ചു, അവർ കരുത്തോടെ പിടിച്ചു നിന്നു. പക്ഷെ അതും അവർ സഹായമായി കണ്ടില്ല, അതൊരു വലിയ സംഭവമായി അവർ കണ്ടില്ല. അവർ കരയായിരുന്നല്ലോ. അള്ളാന്റെ യഥാർത്ഥ സഹായം ആഖിറത്തിലെ സഹായം. അതുകൊണ്ട് എന്താ ഞാനും നിങ്ങളും വേണ്ടത്? ഇതൊക്കെ കേട്ടല്ലപ്പോ എന്താ വേണ്ടത്? ഇടയ്ക്കിടെ ഓർക്കുക, പഠിച്ചോനെ ഞാൻ ആ കോടതിയിൽ വന്ന് നിൽക്കണമല്ലോ, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്കും നിനക്കും അല്ലേ ഇപ്പൊ അതറിയാം. എല്ലാവർക്കും അറിയൂലല്ലോ, എനിക്കറിയാം കുറെ ഞാൻ മറന്നിട്ടുണ്ട്, പക്ഷെ നീ മറക്കൂലല്ലോ. പഠിച്ചോനെ ആ കോടതിയിൽ വരുമല്ലോ ഞാൻ, റബ്ബേ എന്റെ നന്മത്തിന്മ തൂക്കുമല്ലോ നീ, പഠിച്ചോനെ എനിക്ക് സിറാത്തിലൂടെ കടക്കണല്ലോ റബ്ബേ. ഇതിങ്ങനെ ഓർക്കുക, ഭയക്കുക. എന്തുകൊണ്ട്? ഫഇന്ന അസ്അദന്നാസി മിൻ അഹ്വാലി യൗമിൽ ഖിയാമ. എന്തിനാ ഇടയ്ക്കിടെ ഓർക്കാൻ പറയുന്നത്? എന്തിനാ ഓർത്തു ഭയപ്പെടാൻ പറയുന്നത്? ഫഇന്ന അസ്അദന്നാസി മിൻ അഹ്വാലി യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിലെ ഭയാനകമായ ചുറ്റുപാടുകളിൽ നിന്ന് വിജയിക്കുന്നവർ, അവിടെ രക്ഷപ്പെടുന്നവരാരാ? മൻ ത്വാല ഫീഹാ ഫിക്റുഹു ഫിദ്ദുനിയാ. ഇഹത്തിലെ ജീവിതത്തിൽ ഇടയ്ക്കിടെ അക്കാര്യങ്ങൾ ഓർത്ത് ജീവിക്കുന്നവരാ.
അല്ലാഹു ഒരു മനുഷ്യനെയും രണ്ട് ലോകത്തും ഭയപ്പെടാൻ വിടൂല. ഇവിടെ പേടിച്ചവർക്ക് അവിടെ പേടി ഇല്ല, അവിടെ പേടിയുടെ പ്രശ്നമേ ഇല്ല. അത് അള്ളാഹു തീരുമാനിച്ച നിയമമാണ്, അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഇവിടെ പേടിച്ച് ജീവിച്ചവർക്ക് അവിടെ ഭയത്തിന്റെ യാതൊരു പ്രശ്നമേ ഇല്ല തന്നെ. അതുകൊണ്ട് പേടിക്കുക. പേടി എന്ന് പറഞ്ഞാൽ എന്താ പേടി? ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോ ഹൃദയത്തിന്റെ അലിവല്ല, ഹൃദയത്തിന്റെ പിടക്കലല്ല, കണ്ണുനീർ ഒഴുകലല്ല, പഠിച്ചോനെ കാത്തുകൊള്ളണമേ എന്ന അപേക്ഷ മാത്രമല്ല. ഇതൊക്കെ കണ്ണുനീരൊഴുക്കിയിട്ട് പേടിച്ചിട്ട് മനസ്സ് വിലോലമായി വേദനിച്ചിട്ട് അള്ളാഹുവേ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഉടനെ തന്നെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന പേടി. അത് സ്ത്രീകളുടെ ഭയമാണ്, പെണ്ണുങ്ങളെ ഭയമാണ്, ആണുങ്ങളെ ഭയമാണ് വേണ്ടത്. പെണ്ണുങ്ങളെ ഭയം എന്താ? ബാപ്പ മരിച്ചന്ന് ഇവള് മാറത്തടിച്ച് കരയായിരുന്നു ഈ പെണ്ണ്. പിറ്റേന്ന് പറഞ്ഞു, ഇക്ക മായാമോഹിനി റിലീസായിട്ടുണ്ട്, അതൊന്ന് പോയി കണ്ടാ തരക്കടില്ല, ടെൻഷൻ അങ്ങോട്ട് മാറുമല്ലോ. ഒരു കെട്ടിയനോട് ഭാര്യ പറഞ്ഞതാത്രേ. പെണ്ണെ, നിന്റെ തന്തല്ലേ നിന്റെ കുഴിയിലേക്ക് പോയത്, നിനക്ക് ആ ബോധല്ല പെണ്ണെ, അല്ല ഒന്ന് റിലാക്സ് ആകാൻ. അപ്പൊ പെണ്ണ് ആ ഭയം അങ്ങോട്ട് മറന്നു. ഒരു ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് പെണ്ണിന്റെ പേടി അതാണ്. പെണ്ണിന്റെ രോഷം അങ്ങനെയുള്ളൂ, അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. പിന്നെ തന്നെ ഇക്കാന്നും പറഞ്ഞ് മുന്നിൽ വരുമല്ലോ. നമ്മളങ്ങനെയല്ല, പേടിച്ചാ കുറച്ചു നേരം ഉണ്ടാവുക പേടി. ആണുങ്ങളെ പേടി അതാ അല്ലേ? പെട്ടെന്ന് ആ പേടി പോവില്ലല്ലോ. സ്ത്രീകളുടെ പേടി അതേത് പേടിയാ? ഇമാം ഗസാലി പറയാ, ഇത് സ്ത്രീകളെ പേടിയാ. അങ്ങോട്ട് ദ്വാരക്കും നിരോധിച്ചിട്ട് കരഞ്ഞിട്ട് അങ്ങോട്ട് ദ്വാരക്കും. പള്ളിയിൽ നിന്ന് മൊയ്യേര് ഇതൊക്കെ പറഞ്ഞപ്പോ മനസ്സങ്ങോട്ട് ലോലമായി, മനസ്സിലുണ്ട് വേദന വരും. പുറത്തങ്ങോട്ട് ഇറങ്ങിയ ആ പഴയ പടി തന്നെ. ഇത് പേടിയല്ല, ഈ കണ്ണുനീർ ഫലവത്തല്ല, ഈ അപേക്ഷ ഫലവത്തല്ല. പിന്നെ ഏത് പേടിയാ? പേടി ഏത് പേടിയാ? യഥാർത്ഥ പേടി ആണുങ്ങളെ പേടി. റിജാലുല്ലാ തുൽഹീഹിം തിജാറതു വലാ ബൈഉൻ അൻ ദിക്രില്ലാ വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാ. ഒരു വിഭാഗം ആണുങ്ങളുണ്ട് അള്ളാഹ്ക്ക്. ഈ ആണുങ്ങളിൽ പെണ്ണുങ്ങളുണ്ട് കേട്ടോ. ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞ വിഷയത്തിൽ സ്ത്രീകൾ ഉൾപ്പെടും. അങ്ങനെയാണ് ഈ റിജാൽ. നഫീസത്തുൽ മിസ്രിയ ആൺകുട്ടികളെ പോലത്തെ ഒരു പെണ്ണായിരുന്നു. റിജാലുല്ലാ തുൽഹീഹിം തിജാറതു വലാ ബൈഉൻ അൻ ദിക്രില്ലാ വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാ. ഒരു കച്ചവടവും ഒരു ജോലി തിരക്കും ഒരു ഭൗതിക ചുറ്റുപാടും ഒരു ദുന്യാവിലെ പ്രശ്നങ്ങളും അവരുടെ ദിക്റിനോ അവരുടെ ആരാധനകൾക്കോ അവരുടെ നമസ്കാരത്തിനോ അവരുടെ ദാനധർമ്മങ്ങൾക്കോ തടസ്സമാകാത്ത ചില ആണുങ്ങൾ, അവർക്കൊരു പ്രശ്നവുമില്ല, അവർക്കൊരു ആവലാതിയുമില്ല, അവർക്കൊരു ബേജാറുമില്ല. പക്ഷേ അവർക്കുള്ള പേടി ആണുങ്ങളെ പേടി. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ദൃഷ്ടികളും ഖൽബുകളും കിടുകിടാ വിറക്കുന്ന ആ ദിവസത്തെ അവർക്ക് പേടിയുണ്ട്. കണ്ണും ഖൽബും വൈബ്രേറ്റ് ചെയ്യുന്ന ദിവസം ഖുർആൻ പറയാ. കണ്ണും കൽബും വൈബ്രേറ്റ് ചെയ്യുന്ന ദിവസം. ആ ദിവസത്തിന് അവർ പേടിക്കുന്നുണ്ട്. വിചാരണയെ അവർ പേടിക്കുന്നുണ്ട്. ആണുങ്ങളെ പേടി എന്താ? പഠിക്കണ്ടേ? നമ്മള് പഠിക്കണ്ടേ? എത്ര കണ്ണീരൊഴുക്കിയല്ലേ? അള്ളാഹിനോട് കണ്ണീരൊഴുക്കി തൗബ ചെയ്തില്ലേ? എന്നിട്ട് വീണ്ടും പോയില്ലേ ആ തെമ്മാടിത്തരത്തിലേക്ക്? ആണുങ്ങളെ പേടി എന്താ? മൻ ഖാഫ ശൈഅൻ ഹരിബ മിൻഹു, മൻ ഖാഫ ശൈഅൻ ഹരിബ മിൻഹു വമൻ റജാ ശൈഅൻ ത്വലബഹു. ഒരാളൊരു സംഗതി പേടിച്ചാൽ ആ സംഗതിയിൽ നിന്ന് ഓടി തടി രക്ഷപ്പെടുത്തും. മൂർഖം പാമ്പിനെ രാജവെമ്പാലയെ പേടിയല്ലേ? പേടിണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ? അതിന്റെ മുന്നിലേക്കാണ് പോകൂല. അതാ പേടി. ഒരു സംഗതി പേടിച്ചാൽ ഹരിബ മിൻഹു, ഏതിനെയാണോ പേടിച്ചത് അതിൽ നിന്ന് ആ മനുഷ്യൻ അകന്നൊഴിഞ്ഞ് പിന്മാറി ഓടും, അതിലേക്ക് പോകൂല. വമൻ റജാ ശൈഅൻ, ഒരു സംഗതിയെ ഇഷ്ടപ്പെട്ടാൽ ത്വലബഹു, അതിനെ അന്വേഷിച്ച് അതിന്റെ ചാരത്തേക്ക് ഓടിച്ചെല്ലും. അതാ പേടി. നമുക്ക് നരകം പേടിയെന്ന് നമ്മൾ പറയുന്നുണ്ട്, എന്നിട്ടോ പേടി നാവുകൊണ്ട് പറയുന്നുള്ളൂ. ആ നരകത്തിലേക്ക് പോകാനുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇത് പേടിയല്ല.
ഫലാ യുൻജീക ഇല്ലാ ഖൗഫുൻ യംനഉക അൻ മആസില്ലാഹ് വയഹുസ്സുക അലാ ത്വാഅത്തില്ലാഹ്. ഫലവത്തായ ഭയമേതാ? ഗുണം കിട്ടുന്ന പേടിയേതാ? മരിച്ചു ചെന്നാൽ രക്ഷ കിട്ടുന്ന പേടിയേതാ? ഇവിടെ പേടിച്ചവർക്ക് അവിടെ പേടില്ല എന്ന് പറഞ്ഞല്ലേ. ഏത് പേടി? അല്ലാഹു വെറുത്ത കാര്യത്തിൽ നിന്ന് തടഞ്ഞു വെക്കുന്ന പേടി. അല്ലാഹ് ഇഷ്ടപ്പെട്ട കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ഭയം. ഇവിടെ തറാവി നിസ്കരിച്ച് ദുആ ചെയ്യുന്നു, 27 രാവിലെ ഹയാത്താക്കി ദുആ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ മനസ്സറിഞ്ഞ് മനസ്സാന്നിധ്യത്തോടെ ദുആ ചെയ്യുന്നു. ആള് നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണ്. പടച്ചോനെ നരകത്തിൽ നിന്ന് കാക്കണേ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ. ഇപ്പോ അവളോട് അവസാനത്തെ 10 പ്രാർത്ഥിക്കൂ, എല്ലാവരും പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന കേട്ടിട്ട് ഇബ്ലീസ് ചിരിക്കുമെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇബ്ലീസ് ചിരിക്കും. ഏത് ദുആ കേട്ടിട്ട്? ഒടുവിലത്തെ 10 നിസ്കരിക്കാൻ വന്നിട്ട് കാക്ക മനസ്സറിഞ്ഞ് പറയാ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഇബ്ലീസ് പൊട്ടിച്ചിരിക്കും. ചിരിക്കും. അതിന് കാരണം പറഞ്ഞുതരാം. എന്തുകൊണ്ടാ ഇബ്ലീസ് ചിരിക്കുന്നത്? കാരണം പറഞ്ഞുതരാം. ഒരു ഉദാഹരണം കേട്ടോ. ഒരു നാട്ടിൽ ഒരു പുലി ഇറങ്ങി. പുലി ഇറങ്ങുകയാണല്ലോ തെക്കൻ കേരളത്തിൽ, പത്തനംതിട്ട ജില്ലയിലെ ഇടക്ക് പുലി അങ്ങനെ ഇറങ്ങുകയാണ് അല്ലെ. പുലി ഇറങ്ങി, പത്തനംതിട്ടയിൽ പുലി ഇറങ്ങി നോക്കുമ്പോ ഒരാളുടെ മുന്നിൽ ഒരാൾ പുലിയുടെ മുന്നിൽ പെട്ടു. ആ ആളുടെ തൊട്ടരികിൽ തന്നെ സുശക്തമായ ഒരു കെട്ടിടമുണ്ട്, നല്ല ഉറപ്പുള്ള ഒരു കെട്ടിടമുണ്ട്, ഒരു കോട്ടയുണ്ട് എന്ന് സങ്കല്പിച്ചോ. പുലി തേറ്റയും നഖവും ഉയർത്തി ഈ മനുഷ്യന്റെ നേരെ ചാടാൻ ഒരുങ്ങുമ്പോ ബുദ്ധിയുള്ള മനുഷ്യൻ എന്താ ചെയ്യാ? ബുദ്ധിയുള്ള തലച്ചോറുള്ള മനുഷ്യൻ എന്താ ചെയ്യാ? പെട്ടെന്ന് ആ കെട്ടിടത്തിലേക്ക് ഓടി കയറിയിട്ട് വാതിലടിച്ച് രക്ഷപ്പെടും. അതാ ചെയ്യാ. ഒരു ഗ്രൗണ്ടിൽ പുലിയുടെ മുന്നിൽ പെട്ടു. തൊട്ടരികിൽ തന്നെ ഒരു കോട്ടയുണ്ട്. പുലി തേറ്റയും നഖവും ഉയർത്തി ഇവനെ ആക്രമിക്കാൻ വരുമ്പോ ബുദ്ധിയുള്ള മനുഷ്യൻ ഓടിയിട്ട് ആ കെട്ടിടത്തിൽ കയറി അഭയം തേടും. അതിനു പകരം ഫയഖൂലു ബിലിസാനിഹി അഊദു ബിഹാദൽ ഹിസ്നിൽ ഹസീൻ വഅസ്തഈനു ബിശിദ്ദത്തി ബുനിയാനിഹി. ഒരു ചങ്ങായി ദ്വാരക്കാണ്, ഞാൻ ഈ കോട്ടയെ കൊണ്ട് അഭയം തേടുന്നു, നല്ല കെട്ടുറപ്പുള്ള ഭിത്തികളാണ് ഇതിനുള്ളത്, അതിനെ കൊണ്ട് ഞാൻ ഇസ്തിആനത്ത് സഹായം തേടുന്നു. വഹുവ യഖൂലു ദാലിക ബിലിസാനിഹി. നാവ് കൊണ്ട് അവൻ അങ്ങനെ പറയുന്നു. വഹുവ ഖാഇദുൻ ഫീ മകാനിഹി. പുലിയുടെ മുന്നിൽ അങ്ങനെ നിൽക്കുക. പുലിയുടെ മുന്നിൽ നിന്നിട്ട് ഇവൻ ദ്വാരക്കാണ്, അഊദു ബിഹാദൽ ഹിസ്നിൽ ഹസീൻ. ഞാൻ കാവൽ തേടുന്നു, ഈ സുശക്തമായ കെട്ടിടം കൊണ്ട് ഞാൻ സഹായം തേടുന്നു എന്ന് പറയുന്നവരുടെ കാര്യത്തിൽ ചിരിക്കല്ലാതെ എന്താ ചെയ്യാ? പിന്നെ ഇബ്ലീസ് ചിരിക്കൂലേ? വകദാലിക അഹ്വാലുൽ ആഖിറ. ഈ പുലിയുടെ ഉദാഹരണം പറഞ്ഞതുപോലെ തന്നെയാണ് പരലോകത്തിന്റെ അവസ്ഥയും മഹ്ശറയുടെ അവസ്ഥയും വിചാരണയുടെ അവസ്ഥയും. ലൈസ ലഹാ ഹിസ്നുൻ ഇല്ലാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വാദിഖാ. ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള കോട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെട്ടിടമാണ്. ആ ഉറപ്പുള്ള കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ അങ്ങോട്ട് കയറിയിരുന്നോ ഇവിടെ, എന്നാൽ അവിടെ പെടൂല എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. പറഞ്ഞ തീരൂല കേട്ടോ. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞതും സ്വഹീഹായ ഹദീസിൽ വന്നതും മാത്രം പറയുകയാണെങ്കിൽ അത് പെട്ടെന്നൊന്നും അവസാനിപ്പിക്കാൻ പറ്റൂല. പക്ഷേ ബുദ്ധിയുള്ള ആളുകൾക്ക്, ഖൽബിൽ ഈമാന്റെ വെളിച്ചം അല്പമെങ്കിലും ഉള്ള ആളുകൾക്ക് ഇത്ര മതിയാകുമല്ലോ. ഇനി ആ മഹാദുരന്തത്തിനിടയിൽ പ്രതീക്ഷയ്ക്ക് വകയുള്ള സംഗതിയാണ് ശഫാഅത്ത്. മുസ്ലിം ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും പലരും അബദ്ധത്തിൽ വീഴുകയും പലരും ശഫാഅത്ത് എന്ന പരമയാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നതിലേക്ക് വരെ കാര്യം എത്തുകയും ചെയ്തിട്ടുണ്ട്. മരണാനന്തരം മഹ്ശറയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ശഫാഅത്ത്.
കുറ്റവാളികളായ വിശ്വാസികൾക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ശഫാഅത്ത്. എന്നാൽ ആഖിറത്തിൽ നടക്കുന്ന ശഫാഅത്ത് ദുനിയാവിൽ നടക്കുന്ന തെറ്റായ റെക്കമെൻഡുകളോട്, ശുപാർശകളോട് തുലനം ചെയ്ത് മനസ്സിലാക്കാൻ പറ്റൂല. കാരണം ഇവിടത്തെ ശഫാഅത്ത് അധികവും അനർഹമായ ശഫാഅത്ത്. ഇവിടെ നടക്കുന്ന റെക്കമെൻഡ് അധികവും തെറ്റായ റെക്കമെൻഡ്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ തന്നെ കണ്ടല്ലോ, തുടർ പഠനത്തിന് യോഗ്യത നേടി സീറ്റ് കിട്ടിയ കുട്ടികൾക്ക് 50% മാർക്കുള്ളൂ. 90% മാർക്ക് വാങ്ങിച്ച കുട്ടികൾ പുറത്തിരിക്കുന്നു, അവർക്ക് സീറ്റില്ല. എന്താണത്? വിദ്യാഭ്യാസ വകുപ്പിലെ തെറ്റായ ശുപാർശ. വിടാൻ പാടില്ല എന്ന്. അതിനൊക്കെ സമരം ചെയ്യേണ്ടത്. അല്ല ഏതോ ഒരു ഹംകിനെ പിടിച്ച് ജയിലിലിട്ടീന് നാട്ടിൽ മുഴുവൻ കലാപം ഉണ്ടാക്കാൻ പാടില്ല. അത് തെറ്റാണത്. കാര്യമുള്ള കാര്യത്തിൽ സമരം ചെയ്യണം. ജനാധിപത്യ രീതിയിലുള്ള സമരം, ജിഹാദിന്റെ പ്രതിഫലം മുസ്ലിമിന് കിട്ടും. മുസ്ലിമിന് അതൊന്നും പറ്റൂല. അവൻ പള്ളിയിൽ ഇങ്ങനെ സ്വീപ്പാക്കല്ലാന്നും കൗണ്ടറും മറിച്ചിട്ട് ചൊല്ലിയിരിക്കണം എന്നൊന്നും അല്ല ദീന്. അനീതിക്കെതിരെ പോരാടണം, അക്രമത്തിനെതിരെ ശബ്ദിക്കണം. അത് മുസ്ലിമിന്റെ ധർമ്മമാണ്. കണ്ടോ, 90% മാർക്ക് വാങ്ങിയ കുട്ടികൾ ഔട്ട്, 50% മാർക്ക് വാങ്ങിയ കുട്ടികൾ അവർക്ക് മെഡിക്കലിൽ പഠിക്കാൻ അനുവാദം. നമ്മുടെ ഈ രാജ്യത്ത് നടന്നതാണ്. ഇതുപോലെയുള്ള കള്ള റെക്കമെൻഡുകൾ പരലോകത്ത് നടക്കില്ല മനുഷ്യരെ. അവിടെ അത്തരം ശഫാഅത്ത് നടക്കുന്ന പ്രശ്നമേ ഇല്ല. മല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ കൂട്ടത്തിലെ ഏറ്റവും പോരിശയേറിയ മഹത്തായ ആയത്ത്, അഅ്ലമു ആയിൽ ഖുർആൻ, ഖുർആനിലെ സൂക്തങ്ങളിലെ ഉന്നതമായ സൂക്തമേതാ? ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസിയിലാണ് അല്ലാഹു പറഞ്ഞത്, മൻ ദല്ലദീ യശ്ഫഉ ഇല്ലാ ബിഇദ്നി. ആരടാ അവിടെ അള്ളാന്റെ അനുവാദമല്ലാതെ ശുപാർശയ്ക്ക് വരിക? നിങ്ങൾ ദുന്യാവിൽ പല കളിയും കളിച്ചു, അതൊന്നും അവിടെ നടക്കൂല. സൂറത്തു സ്വാഫാത്തിന്റെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, മാലിൽ ളാലിമീന മിൻ ഹമീം വലാ ശഫീഇ യുതാഅ. അക്രമികൾക്ക് ഒരു ആത്മമിത്രത്തെയും അവിടെ കിട്ടൂല. അള്ളാന്റെ കോടതിയിൽ സഹായിക്കാൻ ഒരു കൂട്ടുകാരനെയും കിട്ടൂല. വലാ ശഫീഇ യുതാഅ. സഹായിക്കാൻ ഒരു റെക്കമെൻഡറെയും ഒരു ശുപാർശകനെയും കിട്ടുന്ന പ്രശ്നമേ ഇല്ല. ഈ ആയത്തൊക്കെ കണ്ടിട്ട് ചില പാവങ്ങൾ തെറ്റിദ്ധരിച്ചു, ശഫാഅത്തോ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. എത്രത്തോളം കാര്യം എത്തിയറിയ നിങ്ങൾക്ക്. നമ്മൾ ഈ വാങ്ക് കഴിഞ്ഞിട്ടൊരു ഇത് വേണ്ടല്ലോ, ഞാൻ വരുന്നുണ്ട് അതിലേക്ക്. വാങ്ക് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ അല്ലേ വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ എന്നുള്ളത് കട്ട് ചെയ്യും മുസ്ലിമീങ്ങളിൽ ഒരു വിഭാഗം. അത് ദ്വാരക്കൂല. അള്ളാന്റെ റസൂലിന്റെ ശഫാഅത്ത് പടച്ചോനെ നീ ഞങ്ങൾക്ക് താന്നുള്ള ദുആ കട്ട് ചെയ്യുന്ന മുസ്ലിമീങ്ങൾ എനിക്കറിയാം. കാരണം ശഫാഅത്തില്ല, റെക്കമെൻഡ് ഇല്ല എന്ന് ഖുർആൻ പറഞ്ഞേക്കണതല്ലേ. ഇവർക്ക് വലിയ തിരിഞ്ഞത് ഖുർആനെ വലിയ തിരിവ. ഇവരെ ഓഫീസിൽ നിന്ന് എഴുതി വിട്ട ആയത്ത് മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ, അതിനപ്പുറത്ത് ഇവർ കണ്ടിട്ടില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ ഓതി കൊടുത്തെന്ന് ഹംക്കേത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാല് അതങ്ങോട്ട് തലയെ കയറൂല. ഞാൻ പഠിക്കട്ടെ, ഞാനൊന്ന് നന്നായി ഞാൻ എന്റെ ഇബ്ലീസുകളുമായിട്ടൊന്ന് ചർച്ച ചെയ്തിട്ട് ഇങ്ങോട്ട് വരാന്ന് പറയും. ഹിദായത്ത് അല്ലാഹ് കൊടുക്കണ്ടേ, എന്നാലല്ലേ കഴിച്ചിലാവുള്ളൂ. അല്ലാഹ് കാക്കട്ടെ. ഖുർആൻ യഥാവിധി ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ആയത്തൊക്കെ പറഞ്ഞാൽ ഒരൊറ്റ ശുപാർശകനെയും കിട്ടൂല. ഈ ദുന്യാവിൽ കളിച്ച കള്ളക്കളിയൊന്നും അവിടെ നടക്കൂല. ഇങ്ങനെയെല്ലാം പറഞ്ഞ ഖുർആൻ ശഫാഅത്ത് എന്ന പരമയാഥാർത്ഥ്യത്തെ സ്ഥിരീകരിക്കുകയും ആ കാര്യം പരമയാഥാർത്ഥ്യമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. എത്ര ആയത്ത് വേണം? വേണ്ടതില്ല എന്ന് പറഞ്ഞു കൊടുത്താൽ അല്ലാഹു ഇല്ലാ ബിഇദ്നി, അള്ളാന്റെ അനുവാദം കൂടാതെ ചേർത്തിരിക്കുന്നു. തീരല്ല എന്ന് പറയല്ല, അത് നടക്കൂലട്ടോ. ഇല്ലാ ബിഇദ്നി, അവന്റെ അനുവാദം കൂടാതെ നടക്കൂല. അപ്പൊ എന്താന്ന് മനസ്സിലാകുന്നത്? സൂറത്തു തോഹയിൽ അല്ലാഹു പറയുന്നു, 109-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ ഫലാ തസ്മഉ ഇല്ലാ ഹംസ. എല്ലാ ശബ്ദങ്ങളും അടങ്ങി
ശബ്ദകോലാഹലങ്ങളില്ല. മഹ്ശറ സമ്മേളന നഗരിയിൽ ഒന്നും ഒരു ശബ്ദവും കേൾക്കുന്നില്ല. ഇല്ലാഹംസ, ജനാരവത്തിന്റെ ഒരു നേർത്ത മൂളൽ മാത്രം, തേനീച്ചയുടെ മൂളൽ പോലത്തെ ആളുകൾ തിങ്ങിക്കൂടി നടന്നു പോകുന്ന ചവിട്ടടിയുടെ മൂളൽ മാത്രം. ഈ ദിവസം യൗമഇദിൽ ലാ തൻഫഉ ശഫാഅ, ദുനിയാവിൽ മനുഷ്യരെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്തതുപോലെ ഒരു റെക്കമെൻഡ് അന്ന് ഉപകരിക്കുകയില്ല കേട്ടോ, അന്ന് ഫലവത്താവുകയില്ല കേട്ടോ. അല്ലാഹു പറയാ യൗമഇദിൻ, ആ ദിവസം മഹ്ശറയിൽ ലാ തൻഫഉ ശഫാഅതു, റെക്കമെൻഡ് ഉപകരിക്കുകയില്ല. ഇത് പറഞ്ഞ അല്ലാഹു നിർത്തിയില്ല. ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വറളിയ ലഹു ഖൗലാ, റഹ്മാനായ റബ്ബ് അനുവാദം കൊടുത്തവർക്കൊഴിച്ച്, ആരുടെ വാക്ക് കേൾക്കാൻ അല്ലാഹ് ഇഷ്ടപ്പെടുന്നു അവരുടെ കാര്യത്തിൽ ഒഴിച്ച്. ചിലരുടെ വാക്ക് കേൾക്കാൻ അല്ലാഹ്ക്ക് ഇഷ്ടമായിരിക്കുമെന്ന്, ആ ആളുകൾക്ക് ശഫാഅത്ത് ഉപകരിക്കും. അല്ലാഹു റഹ്മാനായ അല്ലാഹു അനുവദിച്ചവർ ശഫാഅത്ത് ചെയ്യും, അനുവദിച്ചവർക്ക് ശഫാഅത്ത് കിട്ടും. അല്ലാഹു ആരുടെയൊക്കെ സംസാരം അവിടെ മുഖവിലക്കെടുക്കുന്നുവോ അവർക്കൊക്കെ ശഫാഅത്ത് ഉപകരിക്കുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ഖുർആന്റെ നസ്സാണ്, വ്യാഖ്യാനത്തിലേക്ക് പോണ്ട. ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. ഞാൻ ഇവിടെ പ്രസംഗിക്കാണ്. ഈ പള്ളിയിൽ വന്ന ഒരൊറ്റ എണ്ണത്തിന്റെയും നമസ്കാരം സ്വഹീഹല്ല. ഈ പള്ളിയിൽ ഇന്ന് സംഗമിച്ച ജുമുഅക്ക് വന്ന ഒരൊറ്റ മുസ്ലിമിന്റെയും നമസ്കാരം ശരിയല്ല. നിയമങ്ങൾ പാലിച്ച് ഭക്തിയോടെ നിർവഹിച്ചവരുടേതൊഴികെ എന്ന് പറഞ്ഞാല് ഇവിടെ കൂടിയ ആരുടെ നിസ്കാരവും ശരിയല്ല എന്നർത്ഥം. അങ്ങനെയാണോ നിങ്ങൾക്കൊക്കെ തിരിയ? ഇവിടെ കൂടിയ ഇന്ന് പള്ളിയിൽ വന്ന ഒരു മുസ്ലിമിന്റെയും നമസ്കാരം ശരിയല്ല, നിയമങ്ങളും ഭക്തിയും ഉള്ളതോടുകൂടെ നിസ്കരിച്ചവർ ഒഴികെ എന്ന് പറഞ്ഞാൽ അവരുടേത് സ്വീകരിക്കുന്നതാണ് അതിനർത്ഥം. ഖുർആൻ മനസ്സിലാകണ്ടേ? ഇത് മനസ്സിലാകായിട്ടൊന്നല്ലേ അല്ലാഹ് ഹിദായത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? പിന്നെ അതിന് മാർഗമില്ലല്ലോ. പ്രിയമുള്ളവരെ, ഒരിക്കലും ശഫാഅത്ത് മനുഷ്യനെ നിഷ്ക്രിയനാക്കാനുള്ളതല്ല. ഇത് വലിയൊരു സബ്ജക്റ്റ്. ഇത് പഠിക്കണം നമ്മൾ. കാരണം എന്തിനാ പഠിക്കുന്നത് അറിയോ? ചിലർ വഴന്ന് പറയുമ്പോൾ പറയും ഇത് അല്ലാഹ് ചിലർക്ക് അനുവാദം കൊടുക്കും, ചിലരുടെ കാര്യത്തിൽ. ആരുടെ കാര്യത്തിൽ അനുവാദം? തൗഹീദ് ഉണ്ട്, സ്വാലിഹായ അമലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ എല്ലാ നല്ല പ്രവൃത്തിയുള്ള ആളുകളുടെ കാര്യത്തിലെ ശഫാഅത്തുള്ളൂ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പറഞ്ഞു, ശഫാഅതി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി. ഇമാം തുർമുദിയും ഇമാം അബൂദാവൂദും അങ്ങനെ ഒരുപാട് മുഹദ്ദിസുകൾ ഉദ്ധരിച്ച ഹദീസ. എന്താ അതിന്റെ അർത്ഥം? ശഫാഅത്തി, എന്റെ റെക്കമെൻഡ്, എന്റെ ശുപാർശ ഫലിക്കും, ഉപകരിക്കും, അതുകൊണ്ട് രക്ഷപ്പെടും. ആർക്ക്? ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ വൻദോഷികൾക്ക്. കബായിർ എന്ന് പറഞ്ഞാൽ വലിയ തെറ്റ്. വലിയ തെറ്റ് വന്ന ആളുകൾക്ക് എന്റെ ശഫാഅത്ത് ഉപകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്താണ് ശഫാഅത്ത്? എന്തിനാണ് ശഫാഅത്ത്? എങ്ങനെയാണ് ശഫാഅത്ത്? അത് ലഭിക്കാനുള്ള മാർഗം എന്താണ്? ഈ 4 സംഗതി നാം പഠിക്കണം. ഇൻഷാ അല്ലാഹ് സമയം വൈകിപ്പോയി. ഇതൊരു വലിയ വിഷയമാണ്. ഓരോ മുഅ്മിനീങ്ങളും അറിയണം. ഖുർആന് വ്യക്തമാക്കി, ഹദീസിൽ വളരെ സുദീർഘമായ പരാമർശങ്ങൾ ശഫാഅത്തിനെ കുറിച്ചുണ്ട്. നമ്മുടെ കയ്യിൽ ചരക്ക് കുറവാണെങ്കിലും കഴിച്ചിലാകാനുള്ള, രക്ഷപ്പെടാനുള്ള ഒരു പ്രതീക്ഷയാണ് ശഫാഅത്ത്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടോ? ഇവിടെ ചില ആൾക്കാർ യേശുദേവൻ ക്രൂശിക്കപ്പെട്ട് കുരിശിലേരി മരിച്ചു, സകലമാന മനുഷ്യ മക്കളുടെയും പാപങ്ങൾ ഏറ്റെടുത്ത് അതുകൊണ്ട് തെമ്മാടിത്തരം വയറ് നിറയെ ചെയ്യാതെ പറയുന്നൊരു ടീമുണ്ട്. ഇതുപോലെ ശഫാഅത്ത് ഉണ്ടോ എല്ലാ തെമ്മാടികൾക്കും എന്ന് കരുതി തെറ്റിലേക്ക് പോകുന്നവർക്ക് അത് കിട്ടൂല. പറഞ്ഞുതരാം ആർക്കാ ശഫാഅത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണാനന്തരം നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആ ഭയാനകമായ അവസ്ഥകളിൽ മോചനം നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ, പെരുമ്പാവൂരിന്റെ ഹൃദയഭാഗത്ത് ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന ടൗൺ ജുമാ മസ്ജിദിന് സമീപം. സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ, പെരുമ്പാവൂർ. പ്രമുഖ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾക്കും ഒറിജിനൽ ആക്സസറീസിനും സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ.
നിയർ ടൗൺ ജുമാ മസ്ജിദ്, പെരുമ്പാവൂർ. ബ്രൈറ്റ് ലൈറ്റ്, വിൻവർത്ത് ഉൽപ്പന്നങ്ങളുടെ പെരുമ്പാവൂരിലെ ഏക അംഗീകൃത സ്ഥാപനം സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ. വിദേശ ബ്രാൻഡുകളുടെ ബോഡി പെർഫ്യൂംസ്, കോസ്മെറ്റിക് ഐറ്റംസ്, ഹെയർ ഡ്രസ്സിംഗ് ഐറ്റംസ് തുടങ്ങിയവയ്ക്ക് സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ.